ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞൊരു ദിവസം ഞാൻ അധ്യാപകനം എന്ന ഫീൽഡ് ഇത്ര പരിതാപകരമാണോ എന്ന് എന്നൊരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസാണ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ വൈകുന്നേരത്ത് വളരെ സങ്കടകരമായ ഒരു ന്യൂസ് കാണാനിടയായി. മനോരമ ന്യൂസിലാണ് ഞാനത് കണ്ടത്. അലീന എന്ന് പറയുന്ന ഒരു ടീച്ചർ കോഴിക്കോട് ഒരു സ്കൂളിൽ ജോലിക്ക് പ്രവേശിക്കുകയും അതോടൊപ്പം തന്നെ 5 വർഷമായിട്ട് ആ കുട്ടിക്ക് ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. കുട്ടി അലീന എന്ന് പറയുന്ന ടീച്ചറിന് ശമ്പളം ലഭിക്കുകയോ കിട്ടിയിരുന്നില്ല. അതിൻ്റെ മനോവിഷമത്തിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് മാധ്യമപ്രവർത്തകരോട് പിതാവ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 5 വർഷമായിട്ടാണ് ആ കുട്ടി സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ പലരും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനൊരു ഓപ്ഷൻ മാനേജ്മെൻറ്റ് ചോദിക്കുന്ന എമൗണ്ട് കൊടുത്ത് ജോലിക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ചിന്തിക്കും, നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു എന്ന്. ഞാൻ പറഞ്ഞതുപോലെ അധ്യാപനം എന്നുള്ളൊരു സ്വപ്നമായിരിക്കും ആ പിതാവ് പറയുന്നത്. ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത് എന്നതാണ് ആ പിതാവ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ? ഓരോ മാതാപിതാക്കളാണെങ്കിലും അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകട്ടെ എന്നോർത്തിട്ടായിരിക്കും മാനേജ്മെൻറ്റ് ചോദിക്കുന്ന എമൗണ്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വിടുന്നത്. ഫുൾ എമൗണ്ട് അവരുടെ കയ്യിൽ ഒരിക്കലും കാണില്ല. ഒരു പക്ഷേ സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആവറേജിൽ പെട്ട ആൾക്കാർ കടം വാങ്ങിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരുന്നത്. അതിനേക്കാളും ഉപരി ഈ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നമുക്ക് കയറണമെങ്കിൽ, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് കയറണമെങ്കിൽ മാനേജ്മെൻറ്റ് ചോദിക്കുന്ന എമൗണ്ട്, ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് കയറാനിരിക്കുകയാണെങ്കിൽ ആരും 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കൂട്ടിക്കൊടുക്കുന്നു, അവർക്കായിരിക്കും ആ സീറ്റ് അവർ കൊടുക്കുന്നത്, അല്ലെ ആ ഒരു ഒഴിവിലേക്ക് അവരെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മത്സരവും ഈ മാനേജ്മെൻറ്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 4-5 വർഷമായിട്ടാണ് കേറ്ററ്റ്, സെറ്റ്, നെറ്റ് എന്നീ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ സർവീസിലേക്ക് എടുക്കാവൂ എന്നൊരു നിയമം വന്നിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപൊക്കെ തന്നെയും ഈ 1 രൂപ കൂട്ടി കൊടുക്കുന്ന അവർക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ മത്സരമാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ഈ ഒരു എമൗണ്ട് നമ്മൾ കടം വാങ്ങി കൊടുത്തു കഴിഞ്ഞാലും എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് നമ്മളാണ് അവിടെ തീരുമാനിക്കേണ്ടത്. ഒരു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പല രീതിയിലും പലയിടത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ സഹിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. പക്ഷേ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് ആർക്കും തന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്നോ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ കാര്യം നമുക്കാണ് അറിയാവുന്നത്. ഞാൻ ഒരിക്കലും അലീന എന്ന് പറയുന്ന ആ കുട്ടിയോ ആ പിതാവിനെയോ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. മാതാപിതാക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിച്ചു പോകും, കടം വാങ്ങി അവർ കയറ്റിയെന്നിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് ആ കുട്ടിക്ക് ജോലി സ്ഥിരപ്പെടുത്തുകയോ വേറൊരു പോസ്റ്റിലേക്ക് മാറ്റി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആ പിതാവ് പറയുന്നത്. ഒരു കടം വാങ്ങിയ ഒരാൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സാധാരണക്കാരായ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു രീതിയിൽ നമ്മളാണ് മാറി നിന്ന് ചിന്തിക്കേണ്ടത്, നമുക്കിത് ചൂസ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനത് അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അതൊന്ന് കാണണേ. ബൈ.